വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പഴയ കാലത്ത് രാജാക്കന്മാരുടെ പുസ്തകവും ശമൂവേലിൻ്റെ പുസ്തകവും മറ്റും എഴുതിയ കാലങ്ങളിൽ, ആ കാലങ്ങളിൽ സ്ത്രീധനം എന്ന് പറയുന്നത് പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന യുവാവ് പെൺകുട്ടിയുടെ അപ്പന് കൊടുക്കുന്ന ഒരു സ്വത്താണ്. പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന യുവാവ് പെൺകുട്ടിയുടെ അപ്പന് ഒരു ധനം കൊടുക്കണം, ഒരു സ്വത്ത് കൊടുക്കണം. അതാണ് സ്ത്രീധനം. ശൗൽ രാജാവിൻ്റെ മകളായ മീഖളെ ദാവീദ് വിവാഹം കഴിക്കാൻ ആലോചിച്ചപ്പോൾ ശൗൽ രാജാവ് പറഞ്ഞു, എനിക്ക് വലിയ തുകയൊന്നും വേണ്ട, എനിക്ക് വലിയ സ്വത്തൊന്നും തരണ്ട, സ്ത്രീധനം വേദമായിട്ടൊന്നും തരണ്ട, പൈസയായിട്ട് തരാൻ നിനക്കില്ലല്ലോ, രൂപ തരാൻ നിനക്ക് എൻ്റെ കൈവശം ഇല്ലല്ലോ, നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി. നമുക്ക് വായിക്കാം 22-ാം വാക്യം മുതൽ. പിന്നെ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ച്, ഇതാ രാജാവിന് നിന്നെ പ്രിയമാകുന്നു, അവൻ്റെ ഭൃത്യന്മാരൊക്കെയും നിന്നെ സ്നേഹിക്കുന്നു, ആകയാൽ നീ രാജാവിൻ്റെ മരുമകനായി തീരണമെന്ന് പറവീനെന്ന് കൽപ്പിച്ചു. 1 ശമൂവേൽ 18-ാം അധ്യായം 22-ാം വാക്യമാണ് നാം വായിക്കുന്നത്. ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിക്കണം, രാജാവിന് നിന്നെ വലിയ പ്രിയമാണ്, നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, നീ രാജാവിൻ്റെ മകളായി മീഖളിനെ വിവാഹം കഴിക്കണം എന്നെല്ലാം നിങ്ങൾ പറയൂ. രാജാവിന് നിന്നെ വലിയ പ്രിയമാണെന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്തൊരു ചതിയാണ്. രാജാവിന് പ്രിയമല്ല. ശൗൽ രാജാവിന് ദാവീദിനെ കൊല്ലണമെന്നാണ് പരിപാടി. രാജാവിന് നിന്നെ പ്രിയമാകുന്നെന്ന് പറഞ്ഞത് വാസ്തവത്തിൽ അത് രാജാവിൻ്റെ ഒരു വഞ്ചനയായിരുന്നു, കെണിയായിരുന്നു,
അതൊരു ചതിക്കുഴിയായിരുന്നു. രാജാവിൻ്റെ മരുവനായി തീരണമെന്ന് ഭൃത്യന്മാർ ചെന്ന് പറയണമെന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം 23-ാം വാക്യം. ശൗലിൻ്റെ ഭൃത്യന്മാർ ആ വാക്ക് ദാവീദിനോട് പറഞ്ഞാറേ, ദാവീദ് രാജാവിൻ്റെ മരുവനാകുന്നത് അല്പകാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ ദരിദ്രനും എളിയവനുമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞു, രാജാവിൻ്റെ മരുവനായി തീരാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ എളിയവനല്ലേ, ഞാൻ ദരിദ്രനല്ലേ. ശൗൽ രാജാവിൻ്റെ മകളെ ഞാൻ വിവാഹം കഴിക്കുകയോ? എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഞാൻ അതിന് യോഗ്യതയില്ലാത്തവനല്ല, യോഗ്യതയുള്ളവനല്ലല്ലോ. ദാവീദ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശൗലിൻ്റെ ഭൃത്യന്മാർ ദാവീദ് ഇപ്രകാരം പറഞ്ഞുവെന്ന് ബോധിപ്പിച്ചു. ശൗലിൻ്റെ ഭൃത്യന്മാർ രാജാവിനോട് പറഞ്ഞു, കണ്ടോ, ആ ദാവീദ് പറയുന്നു അവന് രാജാവിൻ്റെ മരുമകനാകാൻ അതിനുള്ള യോഗ്യതയില്ലെന്ന് അവൻ പറയുന്നത്, അതിനുള്ള കഴിവില്ലെന്ന് പറയുന്നത്, അവൻ എളിയവനാണ്, ദരിദ്രനാണെന്നൊക്കെ അവൻ പറയുന്നത് എന്ന് ഭൃത്യന്മാർ ചെന്ന് രാജാവിനോട് പറഞ്ഞു. അതിന് ശൗൽ രാജാവിൻ്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ നിങ്ങൾ ദാവീദിനോട് പറയണമെന്ന് കൽപ്പിച്ചു. ഫെലിസ്ത്യരുടെ കൈയാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന് ശൗൽ കരുതിയിരുന്നു. വേറെ സ്ത്രീധനൊന്നും വേണ്ട, ഒരു 100 ഫെലിസ്ത്യരെ കൊന്നാൽ മതി. ഫെലിസ്ത്യരിൽ 100 പേരെ കൊന്നാൽ മതി. 100 പേരെ കൊന്നാൽ അപ്പോൾ അതിൻ്റെ പേരിൽ ആ 100 പേരുടെ എണ്ണം ഒപ്പിച്ച് എനിക്ക് തെളിവ് തന്നാൽ മതി. തീർച്ചയായിട്ടും എൻ്റെ മോളെ അവന് ഭാര്യയായിട്ട് കൊടുക്കും. ശൗൽ രാജാവിൻ്റെ പരിപാടി 100 ഫെലിസ്ത്യരെ കൊല്ലാൻ പോകുമ്പോൾ ദാവീദ് ഒറ്റയ്ക്കല്ലേ പോകുന്നത്. ദാവീദിൻ്റെ കാര്യം തീരും. ഇതാ പ്രതീക്ഷ. വഞ്ചനയാണ്, ചതിയാണ്. പക്ഷേ എന്തുണ്ടായിന്നറിയാമോ? പിന്നെ വായിക്കുമ്പോൾ കാണാം 100 പേർക്ക് പകരം 200 പേരെയാണ് ദാവീദ് കൊന്നത്. 200 പേരെ കൊന്ന് 200 പേരുടെ എണ്ണത്തിനൊത്തവണ്ണമുള്ളതായി തെളിവ് കൊണ്ടുപോയി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ തെളിവ് എന്താണെന്ന് പറ്റി ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. 200 പേരെ കൊന്നു. നമുക്ക് വായിക്കാം 27-ാം വാക്യം. അവധി കഴിയുന്നതിന് മുമ്പേ ദാവീദും അവൻ്റെ ആളുകളും പുറപ്പെട്ടു ചെന്ന് ഫെലിസ്ത്യരിൽ 200 പേരെ കൊന്നു. അവരുടെ അഗ്രചർമ്മം കൊണ്ടുവന്ന് താൻ രാജാവിൻ്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ശൗൽ തൻ്റെ മകളായ മീഖളിനെ അവന് ഭാര്യയായി കൊടുത്തു. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടെന്നും തൻ്റെ മകളായ മീഖൾ അവനെ സ്നേഹിച്ചുവെന്നും ശൗൽ കണ്ടറിഞ്ഞപ്പോൾ ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിൻ്റെ നിത്യശത്രുവായി തീർന്നു. സ്വന്തം മകളെ വിവാഹം കഴിച്ചവൻ സമർത്ഥനാണ്, അവൻ ഉപകാരം ചെയ്യുന്നവനാണ്, എൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനാണ് എന്ന് അറിയുമ്പോൾ സ്നേഹിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ ദാവീദ് ശൗൽ രാജാവിൻ്റെ നിത്യശത്രുവായി തീർന്നു. ശൗൽ രാജാവ് ദാവീദിൻ്റെ നിത്യശത്രുവായി തീർന്നു. 2 വിധത്തിലും. നോക്കൂ, ദാവീദിന് ശൗലിനോട് വൈരാഗ്യമില്ല, പക്ഷേ ശൗൽ രാജാവ് ദാവീദിന് നിത്യശത്രുവായി തീർന്നു. എങ്ങനെയും ദാവീദിനെ ഒടുക്കണമെന്ന് ശൗൽ തീരുമാനിച്ചു. നോക്കൂ സഹോദരങ്ങളെ, നമ്മെ നശിപ്പിക്കാൻ നോക്കുന്ന ഛിദ്രശക്തിയുണ്ട്. നിങ്ങൾ മനുഷ്യരിലേക്കല്ല നോക്കേണ്ടത്. നമ്മെ തകർക്കുവാൻ നോക്കുന്ന ഒരു ഭീകരശക്തിയുണ്ട്. അത് പൈശാചിക ശക്തിയാണ്. ദുരാത്മാവ് വന്നാണ് ശൗലിനെ കീഴടക്കിയത്. ദുരാത്മാവ് വന്ന് കയറിയാണ് ശൗലിന് ഈ വലിയ വൈരാഗ്യവും പകയും വിദ്വേഷവും ഉളവാക്കിയത്. ദുരാത്മാക്കളുടെ ഭീകരമായ സൈന്യം വന്ന് ശൗലിന് മേൽ ആവേശിച്ചു. ദുരാത്മാക്കൾ വന്ന് ആവേശിക്കുമ്പോൾ കോപമുണ്ടാകും. ദുരാത്മാക്കൾ വന്ന് ആവേശിക്കുമ്പോൾ വൈരാഗ്യമുണ്ടാകും. ദുരാത്മാക്കൾ വന്ന് നിറയുമ്പോൾ ഹൃദയത്തിൽ ഈർഷ്യയും പകയും വിദ്വേഷവും പ്രതികാരചിന്തയും ഉണ്ടാകും. അതിനെല്ലാം അടിസ്ഥാനം എവിടെയാണ്? അസൂയയിൽ തുടങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. അസൂയ. ശൗൽ രാജാവിന് ദാവീദിനോട് അസൂയ തോന്നി. നമ്മൾ വളരെ ഭയപ്പെടേണ്ട കാര്യമാണ്. ദുരാത്മാക്കൾക്ക് ഒരിക്കലും ഇടം കൊടുത്തു പോകരുത്. ദുഷ്ട സൈന്യത്തിന് ഇടം കൊടുത്തു പോകരുത്. പൈശാചിക സൈന്യത്തിന് ഇടം കൊടുത്തു പോകരുത്. ദ്രവ്യാഗ്രഹം വരുമ്പോൾ പിശാച് നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വരികയാണ്. അന്യന് ദോഷം നിരൂപിക്കുമ്പോൾ പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ആരെക്കുറിച്ചെങ്കിലും ഈർഷ്യ വരുമ്പോൾ പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരികയാണ്. നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധ വികാരങ്ങൾ വരുമ്പോൾ ദുഷ്ടപിശാച് നമ്മുടെ അരിയിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. അശുദ്ധമായ മോഹങ്ങൾ വരുമ്പോൾ, മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ വരുമ്പോൾ, കൊള്ളരുതാത്ത ബന്ധങ്ങൾ വരുമ്പോൾ, ചീത്ത കൂട്ടുകെട്ടുകൾ വരുമ്പോൾ ദുരാത്മാക്കൾ കൂട്ടത്തോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഇന്ന് അനേകം യുവാക്കന്മാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കന്മാർ മാത്രമല്ല, മദ്യപിശാചിന് അടിമകളായി എത്രയോ പേരാണ് നശിക്കുന്നത്. എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്. ഭാഗ്യവശാൽ അനേകം ആളുകൾ നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് മദ്യപാനം ഉപേക്ഷിച്ചവരായിട്ട് ഇന്ന് സൗഭാഗ്യ ജീവിതം നയിക്കുന്നുണ്ട്. കഴിഞ്ഞൊരവസരത്തിൽ ഒരാൾ പറഞ്ഞു,
ഇപ്പോൾ ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന രൂപ മുഴുവനും വീട്ടിൽ വരുന്നുണ്ട് എന്ന്. ജോലി ചെയ്തുണ്ടാക്കുന്ന രൂപ മുഴുവൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തേ കാര്യം? കാരണം രൂപ മുമ്പ് മദ്യഷാപ്പിൽ പോയിരുന്നു, മുമ്പ് അബ്കാരികൾക്ക് കിട്ടിയിരുന്നു, മദ്യമുതലാളിമാർക്ക് കിട്ടിയിരുന്നു. ഇന്ന് മദ്യത്തിന് വേണ്ടി പൈസ പോകുന്നില്ല, ഇന്ന് വീട്ടിൽ നീക്കിവാക്കിയുണ്ട് എന്ന്. സഹോദരങ്ങളെ, നോക്കൂ, അനേകം ആളുകൾ പിശാചിൻ്റെ വലയിലാണ്, ദുഷ്ടപിശാചിൻ്റെ വലയിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, അനേക യുവാക്കന്മാർ ഇന്ന് ഈ റാഗിങ് എന്ന് പറയുന്ന ക്രൂരമായ വിനോദത്തിൽ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ ചെറുപ്പക്കാർ നശിപ്പിക്കുന്നു, എത്രയോ ചെറുപ്പക്കാരുടെ ഭാവി കളയുന്നു, എത്രയോ ചെറുപ്പക്കാരെ ഉപദ്രവിക്കുന്നു. പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ പഠിക്കാൻ കോളേജ് ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ, കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവരെ കഠിനമായി മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നു, മാരകമായി മുറിവേൽപ്പിക്കുന്നു. ചിലപ്പോൾ ചിലർ മരിക്കേണ്ടി വരുന്നു, ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, ആത്മഹത്യ പോലും നടക്കുന്നു. ഇതിനെല്ലാം ഉത്തരവാദികൾ ചില ദുഷ്ടന്മാരായ, ചില ക്രൂരന്മാരായ ചില യുവാക്കന്മാരാണ്. അവരുടെ റാഗിങ് എന്ന് പറയുന്ന വിനോദമാണ്. വിനോദം എന്നല്ല പറയേണ്ടത്, ദുഷ്ട നീച പ്രവൃത്തി എന്നാണ് പറയേണ്ടത്. ഇതിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ല ഇന്ന്. ഇതിനെതിരെ ശബ്ദിക്കാൻ മാത്രമല്ല, ഇതിനെതിരെ പ്രവർത്തിക്കാൻ ഇന്ന് സമൂഹ മനസാക്ഷി കേടുപറ്റി പോയിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ മനസാക്ഷി ഇന്ന് മരവിച്ച് പോയിരിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയമായ സാമൂഹികമായ സാഹചര്യങ്ങൾ റാഗിങ്ങിനെതിരായി മിണ്ടുവാൻ ഇന്ന് ധൈര്യപ്പെടുന്നില്ല. വാസ്തവത്തിൽ ഇന്ന് അത്യന്തം ഗൗരവമായി എടുക്കേണ്ട ഒരു വലിയ വിഷയമാണ് റാഗിങ്. നമ്മുടെ കോളേജുകളിലും നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും അത് നിശ്ശേഷം മാറ്റണമെന്ന്. അത് തീരുമാനമെടുക്കാനുള്ളതായ കരുത്തോ അതിനുള്ളതായ ആർജവമോ അധികാരികൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അനേകം പേര് ദുരാത്മാക്കളുടെ വലയിൽപ്പെട്ടാണ് ഈ കുൽസിത പ്രവൃത്തികൾ ചെയ്യുന്നത്, നീച പ്രവൃത്തികൾ ചെയ്യുന്നത്. സാധുക്കളെ ഉപദ്രവിക്കുന്നു, നിസ്സഹായനെ ഉപദ്രവിക്കുന്നു, ആരോരുമില്ലാത്തതിനെ ഉപദ്രവിക്കുന്നു. തുണയേറ്റ് പോയവനെ ഏതാനും കശ്മലന്മാർ വട്ടം കൂടി നിന്ന് അവനെ ആക്രമിക്കുന്നു. പാവം പേടിച്ച് വിറയ്ക്കുന്നു. അവൻ അയ്യോ എന്തു വേണമെന്നറിയാതെ നിലവിളിക്കുന്നു. അതിനിടപെടാനായിരിക്കും ധൈര്യമില്ല. അതുപോലെ ആയി തീർന്നു ഇന്ന് കലാലയ അന്തരീക്ഷം. അത്രമാത്രം വലിയ ഭീകരമായ ദൂഷിത വലയത്തിൽപ്പെട്ട് ഇന്ന് കലാലയ അന്തരീക്ഷം ഇന്ന് മലീമസമായിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ദൈവത്തിന് ദുരാത്മാക്കൾ വരുന്നു. ദുരാത്മാക്കൾ ശൗലിൻ്റെ മേൽ വന്നു. ശൗലിൻ്റെ മേൽ ദുരാത്മാക്കൾ വന്നപ്പോൾ ശൗൽ ദാവീദിൻ്റെ നിത്യശത്രുവായി തീർന്നു. ഒരു ദൈവദാസൻ്റെ നിത്യശത്രുവായ ഒരാൾ തീരുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദുരാത്മാക്കൾ കൂട്ടത്തിൽ അയാളിൽ കയറിയെന്നാണ്. സംശുദ്ധമായ ലാക്കോട് ദൈവത്തിന് വേല ചെയ്യുന്ന ഒരാളുടെ മേൽ ആരുടെയെങ്കിലും ആക്രമണം വരുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ പ്രസംഗം കൊണ്ടോ അല്ല പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദുരാത്മാക്കൾ ആ വ്യക്തിയിൽ കൂട്ടം കൂടി വന്ന് ആവേശിച്ചിരിക്കുകയാണെന്ന് അതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വേലക്കാരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, ദൈവത്തിൻ്റെ വേലക്കാരെ തടുക്കാൻ നോക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിൻ്റെ വേല സംശുദ്ധമായ ലാക്കോടും വിശുദ്ധമായ ഉദ്ദേശത്തോടും കൂടി ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലും തകർക്കുവാനോ നശിപ്പിക്കുവാനോ മിണ്ടാതാക്കുവാനോ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഓർക്കൂ, സ്വർഗത്തിലെ ദൈവം ദാവീദിന് തുണയായി നിന്നു, അല്ലെങ്കിൽ ദാവീദ് അന്നേ പോയേനെ. ദാവീദ് ഒരു ദിവസം രാജാവിൻ്റെ കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ രാജാവ് അടുക്കൽ തന്നെ, ദാവീദ് വരുവനല്ലേ, അമ്മായിയപ്പൻ അരികത്തിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദാവീദിന് നേരെ അമ്മായിയപ്പൻ ശൗല് കുന്തമങ്ങോട്ട് ആഞ്ഞു കുത്തി. നെഞ്ചിൽ തറയ്ക്കാനാണ് കുത്തിയത്. പെട്ടെന്ന് ദാവീദ് ഒഴിഞ്ഞു മാറി, പെട്ടെന്ന്. അതാണ് ദൈവകൃപയെന്ന് പറയുന്നത്. നേരെ വന്ന കുന്തത്തെ ഒഴിവാക്കി കൊടുത്ത ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ മാലാഖ വന്ന് തട്ടിമാറ്റി, ജീവനുള്ള ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തട്ടിമാറ്റി. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, എത്രയെത്ര അവസരങ്ങളിൽ ചില ആക്രമണങ്ങൾ ദൈവം തട്ടി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രോഗത്തിൻ്റെ ആക്രമണം ദൈവം തട്ടി മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നുള്ളതായ എതിർപ്പുകൾ ദൈവം തട്ടി മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നുള്ളതായ കുൽസിതമായ അസൂയയുടെ കുതന്ത്രങ്ങൾ ദൈവം തട്ടിമാറ്റി തന്നിട്ടുണ്ട്. ചിലപ്പോൾ അനേകം അബദ്ധങ്ങളോ അനർത്ഥങ്ങളോ നമുക്ക് വരുത്താൻ വേണ്ടി ശത്രു വെച്ച കണിയിൽ വീഴാതെ ദൈവം നമ്മെ സൂക്ഷിച്ച് തട്ടി മാറ്റിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത്യാഹിതങ്ങൾ തട്ടി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർക്കാം, അങ്ങ് വീഴേണ്ടതായിരുന്നു, അന്ന് ചാകേണ്ടതായിരുന്നു, അന്ന് തീരേണ്ടതായിരുന്നു, ഈ ആയുസ് അതോടെ തീരേണ്ടതായിരുന്നു, അല്ലേ? അങ്ങനെയില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ സമയങ്ങളിലെല്ലാം അത്ഭുതകരം വന്ന് തട്ടിമാറ്റി, ശത്രുവിൻ്റെ കയ്യെ തട്ടിമാറ്റി, നമ്മെ പിടിച്ച് നശിപ്പിക്കാൻ വന്ന ശത്രുവിൻ്റെ കൈകളെ തട്ടിമാറ്റി. രോഗത്തിൻ്റെ ഭീകരമായ ആക്രമണം വന്നപ്പോൾ കർത്താവ് രോഗത്തിൻ്റെ ആത്മാവിനെ തട്ടിമാറ്റി.
ദുരാത്മാക്കളുടെ ഭീകരമായ ബന്ധനം വന്ന് നമ്മെ തകർക്കുമെന്നായപ്പോൾ സ്വർഗത്തിൽ ദൈവം വന്ന് ദുരാത്മാക്കളെയെല്ലാം തട്ടിമാറ്റി തന്നു. ദൈവം നമുക്ക് പരീക്ഷയുടെ നീക്കുപോക്ക് തരുന്നവനാണ്, പോക്കുവഴി തരുന്നവനാണ്. കോരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം എടുക്കൂ. കോരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൽ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന മീതെ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയുടെ പോക്കുവഴി ഉണ്ടാക്കും. വായിക്കും 1 കോരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കും. പരീക്ഷ വരും, പക്ഷെ ഒരു പോക്കുവഴി ഉണ്ടാക്കും. എവിടെയോ ഒരു പോക്കുവഴി തരും, ഒരു നീക്കുപോക്ക് തരും. ദൈവത്തിന് സ്തോത്രം. നാം വിചാരിക്കില്ല എങ്ങനെയാണ് ഈ നീക്കുപോക്ക് കിട്ടിയത്. ഇത് സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ കൈയിടയ്ക്ക് ഇടപെട്ടു. ദൈവത്തിൻ്റെ തക്ക സമയത്തുള്ള ഇടപെടൽ, തക്ക സമയത്ത് ദൈവത്തിൻ്റെ കൈ ഇടപെട്ടത് കൊണ്ട് നാം രക്ഷപ്പെട്ടു. ചിലപ്പോൾ മരണം പോലും മാറി നിന്നിട്ടില്ലേ, മരണം അത് പിടികൂടുമായിരുന്നു, തീർന്നേനെ. പക്ഷേ ദൈവത്തിൻ്റെ കൈ ഇടപെട്ടു. അനേകം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന അനേകം സംഭവങ്ങൾ, തീർന്നു എന്ന് വിചാരിച്ച കാര്യങ്ങൾ, ഇനി ആശയ്ക്ക് വകയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ, ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു കാര്യവുമില്ലെന്ന് ചിന്തിച്ച സമയങ്ങൾ, അവിടെയെല്ലാം തക്ക സമയത്ത് ദൈവം ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. ദാവീദിനെ ചുമരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. നമുക്ക് വായിക്കാം 1 ശമൂവേൽ 19-ാം അധ്യായം 8-ാം വാക്യം മുതൽ. പിന്നെയും യുദ്ധമുണ്ടായാറെ ദാവീദ് പുറപ്പെട്ട് ഫെലിസ്ത്യരോട് പടവെട്ടി അവരെ കഠിനമായി തോൽപ്പിച്ചു. അവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി. യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും ശൗലിൻ്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തൻ്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു, കുന്തം ചുവരിൽ തറച്ചു. ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ആ രാത്രിയിൽ തന്നെ പാവം ദാവീദ് ഓടിപ്പോയി. കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തി തറയ്ക്കാനാണ് ശൗൽ പരിപാടി ഇട്ടത്, കൊല്ലാനാണ് പരിപാടി ഇട്ടത്. എന്നാലോ വാസ്തവത്തിൽ എപ്പോഴാണ് അത് ശൗലിൻ്റെ സൈന്യത്തിന് നേതൃത്വം കൊടുത്ത് ദാവീദ് ഫെലിസ്ത്യരോട് പടവെട്ടി ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞപ്പോൾ, മഹാജയം ഉണ്ടായപ്പോൾ, ശൗലിന് മഹാജയം നേടിക്കൊടുത്തപ്പോൾ, ശൗലിനെ ഉയർത്തിയപ്പോൾ, ശൗലിന് സംരക്ഷണം തീർത്തപ്പോൾ, അപ്പോൾ ആ സമയത്ത് അസൂയ മൂത്തു. ശൗല് അസൂയ മൂത്തിട്ട് കുന്തം കൊണ്ട് ദാവീദിനെ കുത്തുവാൻ കുന്തം ദാവീദിന് നേരെ ആഞ്ഞു തറച്ചു. എന്താണ് കാരണം? അവിടെ ശ്രദ്ധിക്കണം, ഒരു ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. ദുരാത്മാവ് വന്നു. ഈ ദുരാത്മാവ് വരുന്നത് പോലും ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവം അനുവദിക്കാതെ വരില്ല. ദുരാത്മാവ് വന്നു. ഭീകരനായ ദുരാത്മാവ്, ഭയങ്കരനായ ദുഷ്ടപ്പിശാച് ശൗലിൻ്റെ മേൽ വന്ന് ആവസിച്ചു. ആ ദുരാത്മാവ് വന്നപ്പോൾ പിന്നെ എല്ലാം മറന്നു. അല്ലേ? അങ്ങനെയല്ലേ പലപ്പോഴും ദുരാത്മാവ് വരുമ്പോൾ നാം എല്ലാം മറക്കും. പരിസരം മറക്കും, കഴിഞ്ഞ കാലങ്ങൾ മറക്കും, നമ്മുടെ ഭാവി എന്തെന്ന് മറക്കും, അയ്യോ ഇതുകൊണ്ട് വരുന്നതായ ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് മറക്കും. ദുരാത്മാവ് വരുമ്പോൾ പെട്ടെന്ന് വിവേകം വഴിമാറും. വികാരത്തിന് വിവേകം വഴിമാറും. വികാരമുണ്ട്, വിവേകമുണ്ട്. വികാരം ജയിക്കും, വിവേകം തോൽക്കും. അനേകം പേര് വിവേകം തോറ്റവരായിരിക്കുകയാണ്. ഒരു കാലത്ത് നല്ല വിവേകമുണ്ടായിരുന്നു, നല്ലത് നല്ലതായിട്ടും ചീത്തയായിട്ടും കാണാനുള്ള ഒരു വിവേകമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വികാരം വിവേകത്തെ കീഴടക്കി. ഒരിക്കലും സമ്മതിക്കരുത്. വികാരത്തെ ജയിപ്പിക്കാൻ സമ്മതിക്കരുത്. വിവേകം തോൽക്കാൻ സമ്മതിക്കരുത്. വിവേകം, സൽബുദ്ധി, അത് തോൽക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. അനേകം പേരും പെട്ടെന്നുള്ള വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ, വികാരത്തിൻ്റെ ആ ചലനത്തിൽ എല്ലാം മറക്കുന്നു. കാരണം അതിൻ്റെ പിന്നിൽ ദുരാത്മാവാണ്. നിന്നെ അരുതാത്ത കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വികാരം നിൻ്റെ ഹൃദയത്തിൽ ഉളവാക്കുന്ന ആ ദുഷ്ടപിശാചിനെ നീ തിരിച്ചറിയുക. നിന്നെ നശിപ്പിക്കാനാണ് പിശാച് വരുന്നതെന്ന് മനസ്സിലാക്കുക. നിൻ്റെ ഭാവി മുടിക്കാനാണ് പിശാചിൻ്റെ പരിപാടി. കാരണം അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ ദുഷ്ടൻ വരുന്നില്ല. അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക. അറുത്ത് കളയും, മുടിച്ച് കളയും, മോഷ്ടിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിതൊക്കെ അനുഭവമാണോ? നിങ്ങളെ തകർക്കാൻ പിശാച് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ നേരിട്ട് പിശാചിനെ മുഖത്തോട് മുഖം കണ്ടു കാണുകയില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധാലുവായൊരു വിശ്വാസിയാണെങ്കിൽ ദുരാത്മാക്കൾ വന്ന് നിങ്ങളെ തകർക്കാൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ ബുദ്ധിപൂർവ്വം പെട്ടെന്ന് എൻ്റെ യേശുവേ എന്ന് വിളിക്കും. യേശുവേ തിരക്തത്താലിനെ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുവേ തിരക്തത്താലിനെ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവേ ദുഷ്ടനെ തൊടാതെ നീ എന്നെ അതിനെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കും. ദുഷ്ട പിശാച് തൊടാതെ എന്നെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കോപം ഇരച്ചു കയറി വരുമ്പോൾ, ശരീരം വിറയ്ക്കുമ്പോൾ, പല്ലിറുമ്പുമ്പോൾ, കണ്ണ് ചുവക്കുമ്പോൾ, കവിൾ തുടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ ശരീരമാകലും രാസകലം ചലിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ദുഷ്ടാത്മാവ് വന്ന് കയറുകയാണ്. കോപം വരുന്നത് ദുഷ്ടാത്മാവ് വരികയാണ്. കോപം വന്ന് എന്തെല്ലാമോ വലിച്ചെറിയാൻ തോന്നുന്നത് ദുഷ്ടാത്മാവ് വരികയാണ്. ദുഷ്ടാത്മാവാണ് പ്രവർത്തിക്കുന്നത്. അസൂയ വന്ന് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഈർഷ്യയും പകയും വിദ്വേഷവും വരുത്തുന്നു. പിശാചാണ് ചെയ്യുന്നത്. ദ്രവ്യാഗ്രഹം വന്ന് പണത്തിന് മുമ്പിൽ നിങ്ങൾ ചേതനയേറ്റവനെ പോലെ നിന്നു പോകുന്നത് ദുരാത്മാവ് വരുന്നത് കൊണ്ടാണ്. 10 രൂപ കാണുമ്പോൾ നിങ്ങൾ അന്താളിച്ച് പോകുന്നു, നിങ്ങൾ അഹങ്കരിച്ച് പോകുന്നു, അത് ദുരാത്മാവ് വരുന്നത് കൊണ്ടാണ്. 10 രൂപ കിട്ടാൻ വേണ്ടി ഏത് അനർത്ഥവും ചെയ്യാൻ തോന്നുന്നു, ഏത് വൃത്തികേടും ചെയ്യാൻ തോന്നുന്നു, എന്ത് അതിക്രമം ചെയ്യാൻ തോന്നുന്നു, ആരെയും ചതിക്കാൻ തോന്നുന്നു. ദുരാത്മാവാണ് നിന്നെ പിടികൂടിയിരിക്കുന്നത്. മകനെ നീ അറിയുന്നില്ല. ഇന്നിത് കേൾക്കുമ്പോൾ നീ ദുരാത്മാനോട് യാത്ര പറഞ്ഞാൽ നന്ന്. ഇല്ലെങ്കിലോ ഒരു ദിവസം നീ അറിയും. കഷ്ടം, മണ്ടത്തരമായിപ്പോയി. എൻ്റെ ദൈവമേ, അന്ന് ഞാൻ ആ വചനം കേട്ടപ്പോൾ തിരിഞ്ഞോളാമായിരുന്നു. എങ്കിൽ ഈ നരകത്തിയിൽ കിടന്ന് പിടയ്ക്കുണ്ടായിരുന്നു. എങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളീ നശിക്കുന്നത് കണ്ട് ഞാൻ കരയേണ്ടി വരില്ലായിരുന്നു. എൻ്റെ തലമുറ, എൻ്റെ മക്കളും മക്കളുടെ മക്കളും അപകടത്തിലാകുന്നത് കണ്ട് ഞാൻ കരയേണ്ടി വരില്ലായിരുന്നു. എൻ്റെ കർത്താവെ, ഞാൻ അന്ന് വിവേകത്തോടെ സ്വീകരിച്ചില്ലല്ലോ, വചനം സ്വീകരിച്ചില്ലല്ലോ. പിന്നെ പറഞ്ഞ് കരയാനിട വരരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദുരാത്മാവ് വന്നു ശൗലിൻ്റെ മേൽ. ദുരാത്മാവ് പിന്നെയും ശൗലിൻ്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തൻ്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. ശൗലിൻ്റെ കയ്യിൽ കുന്തം, ദാവീദിൻ്റെ കയ്യിൽ കിന്നരം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവവൈദ്യൻ്റെ കയ്യിൽ എപ്പോഴും കിന്നരമാണ്. അവന് സ്തുതിയേ ഉള്ളൂ, അവന് പാട്ടേ ഉള്ളൂ. അവൻ്റെ ഹൃദയം സ്വച്ഛമാണ്. ആരോടും വൈരാഗ്യമില്ല, ആരോടും പകയില്ല, കെണിയൊന്നും മനസ്സിലാകുകയുമില്ല. ആരെങ്കിലും കെണി വെച്ചാൽ പിടി കിട്ടുകയുമില്ല. ഇല്ലേ? എങ്ങനെയല്ലേ? നമ്മളൊക്കെ പാവങ്ങളല്ലേ വാസ്തവത്തിൽ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വല്ല കഴിവുണ്ടോ? വല്ല പ്രാപ്തിയുണ്ടോ? ആരെങ്കിലും ചെയ്ത സൂത്രം പ്രയോഗിച്ചാൽ കാണാൻ കഴിവുണ്ടോ? അതിൻ്റെ ഗൂഢോദ്ദേശം മനസ്സിലാക്കാൻ കഴിവുണ്ടോ? കഴിവില്ല. ഒരു ഗൂഢമായ ലാക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. നാം നേരെ പോ എന്ന് പറയുന്ന പോലെ സ്ട്രെയിറ്റ് ഫോർവേഡ്, എന്താ, ആർജവബോധമുള്ളവരാണ്. ആർജവമുള്ളവർ, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, ആർജവമുള്ളവരാണ്. നേരെ അതിനപ്പുറം നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പാവങ്ങളാണ്. നമ്മെ ആർക്കും പറ്റിക്കാം. പാവപ്പെട്ട ദൈവമക്കളെ ആർക്കും പറ്റിക്കാം. പക്ഷേ നമ്മളെ പറ്റിക്കാം, പക്ഷേ നമ്മുടെ ഉടമസ്ഥനെ പറ്റിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മളെ പറ്റിക്കാം, പക്ഷേ നമ്മുടെ നാഥനെ പറ്റിക്കാൻ ആർക്ക് സാധ്യമല്ല. നമുക്ക് വേണ്ടി ഒരു ഷീൽഡായി യേശു നിൽക്കും. നമുക്ക് വേണ്ടി പരിചയമായി യേശു നിൽക്കും. നമുക്ക് വേണ്ടി കോട്ടയായി യേശു നിൽക്കും. നമുക്ക് വേണ്ടി തണലായി യേശു നിൽക്കും. നമുക്ക് വേണ്ടി ചുറ്റും പരിചയ തീർത്തുകൊണ്ട് ദൈവം നിൽക്കും. നമുക്ക് ചുറ്റും ദുർഗം പടുതുകൊണ്ട് ദൈവം നിൽക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നമുക്ക് തുണയായും പാറയായും നിൽക്കും. അവൻ നമുക്ക് സംരക്ഷണ ഭിത്തിയായിരിക്കും. അവൻ്റെ മേൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. ദാവീദിൻ്റെ കയ്യിൽ കിന്നരം. ദാവീദ് പാടുകയാണ്, കിന്നരം വായിക്കുകയാണ്. ഈ കിന്നരം വായിക്കുന്നതിന് കാരണമുണ്ട്. കിന്നരം വായിക്കുന്ന സ്തുതി ഉയരുമ്പോൾ ദുരാത്മാവ് മാറാറുണ്ട്. ശൗലിൻ്റെ മേലുള്ള ദുരാത്മാവ് മാറും. സ്തുതി ഉയരുമ്പോൾ, കിന്നരം വായിച്ച് സ്തുതി ഉയരുമ്പോൾ ദുരാത്മാവ് മാറും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, കർത്താവേ, എനിക്ക് നിൻ്റെ കയ്യിലൊരു കിന്നരമായാൽ മതി, നിൻ്റെ കയ്യിലെ കിന്നരമായാൽ മതി. ദൈവത്തിന് സ്തോത്രം. സ്തുതി. അനുതാപക്കാർ മുൻപിൽ വാതിൽ തുറക്കും രാജാവാ ഈശോ പാദവിയം ഞാനർത്തിപ്പു നൽവരദാനത്താൽ മോദം നൽകുക ഭാവുകതാവേ തീരണമേ ഞാൻ നിന്നോട് കിന്നരമായി. ഞാൻ നിൻ്റെ കിന്നരമായി തീരണമേ. നിന്നെ സ്തുതിക്കുന്നൊരു വാദ്യോപകരണമായി തീരണമേ. സ്തുതി. അനുതാപക്കാരുടെ മുമ്പിൽ വാതിൽ തുറക്കുന്ന രാജാവായ യേശുവേ, നിനക്ക് സ്തുതി. സ്തുതി. അനുതാപക്കാർ മുൻപിൽ വാതിൽ തുറക്കും രാജാവാ ഈശോ പാദവിയം ഞാനർത്തിപ്പു
കിന്നരമായി. ഈ കിന്നരമായി തീരുന്ന എപ്പോഴാണ് കിന്നരമായി തീരുന്നത്? പാപത്തെ ഓർത്ത് കരയുമ്പോൾ. ഞാൻ അഞ്ചുന്നെൻ പാപത്ത ശുദ്ധ കേകും മോദപൂകാവിൽ വേലിക്കൊത്തന്നെ നാഥ എൻ പാപം രോധിക്കല്ലേ രക്ഷിച്ചെന്നെ നരകത്തി നീക്കുക വാസവും തിരുഹിതമാം സ്ഥാനേ. കർത്താവേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് തിരുഹിതമായ സ്ഥാനത്ത് എനിക്ക് വാസം നൽകണമേ. സ്വർഗത്തിൽ എനിക്ക് അധിവാസം നൽകണമേ. കർത്താവേ, എൻ്റെ പാപത്തെ ഓർത്ത് ഞാൻ പേടിച്ചു പോകുന്നു, ഞാൻ അഞ്ചുന്നു. എൻ പാപത്താൽ എൻ്റെ കർത്താവെ പാപം ഒരു വേലി പോലെ തടുത്തു നിൽക്കുന്നു, ഞാൻ പേടിച്ചു പോകുന്നു. കർത്താവേ, ഈ പാപം മാറുമ്പോൾ അനുതാപക്കാരുടെ മുമ്പിൽ വാതിൽ തുറക്കുന്ന കർത്താവായ യേശു പാപം ക്ഷമിച്ചു തരുമ്പോൾ സ്തുതിക്കുന്നു, കിന്നരമായിട്ട് തീരുന്നു, കിന്നരം പാടുന്നു, ആ സ്തുതി ഗീതങ്ങൾ പൊഴിക്കുന്നു. അപ്പോൾ ദുരാത്മാക്കൾ മാറുന്നു. സ്നേഹിതരെ, നിങ്ങൾ പാപം മാറി, ദുരാത്മാക്കൾ മാറി ദൈവത്തെ സ്തുതിക്കുന്ന കിന്നരമായി തീരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു നിങ്ങളുടെ അരികിലേക്ക് ഇതാ വരുന്നു, നിങ്ങൾക്ക് സ്തുതി തരാൻ. നിങ്ങളുടെ നാവിൽ സ്തുതി വരയ്ക്കാൻ യേശു വരുന്നു, സ്തുതി വരച്ചു തരും. യേശു നിങ്ങളുടെ നാവിന്മേൽ സ്തുതി വരച്ചു തരും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്തുതിക്കുന്ന കിന്നരമായി മാറും. നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ കൃപയാൽ പാപം മാറിയവരായി തീർന്ന്, പാപം ക്ഷമിക്കപ്പെട്ടവരായി തീർന്ന്, പാപ വിമോചനം പ്രാപിച്ച്, പാപക്ഷമ പ്രാപിച്ച്, പാപമോചനം പ്രാപിച്ച് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരും. അതിനുള്ള ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും മാറട്ടെ, ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ, ദുഷ്ടപിശാചികളുടെ ആധിപത്യം മാറിപ്പോകട്ടെ, എല്ലാ ദുരാത്മ ബാധകൾ നീങ്ങിപ്പോകട്ടെ, എല്ലാ പൈശാചിക ബന്ധങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. എല്ലാവരെയും തൊടുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തലോടുന്നതിനായി സ്തോത്രം. എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.